നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകന് വന്ന ഇ.ഡി. നോട്ടീസ് നിത്യഹരിത കേസായ ലാവ്ലിൻ കേസിൽ വന്നതെന്ന് ഇ.ഡിയുടെ സ്ഥിരീകരണം. ലാവ്ലിൻ കമ്പനിക്ക് വേണ്ടി ഇടനിലക്കാരനായ ദിലീപ് രാഹുലൻ വിവേകിന്റെ പഠനത്തിന്റെ സ്പോൺസറായെന്ന മൊഴിയടക്കമാണ് സമൻസിലേക്ക് എത്തിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. സ്പോൺസർമാരുടെ കാലമാണല്ലോ പിണറായിയുടെ ഭരണകാലം. ലൈഫ് മിഷൻ കേസായാലും ലാവ്ലിൻ കേസായാലും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇ.ഡി. സമൻസ് ആവിയായത് എങ്ങനെ? അതിന് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ മറുപടി തൃപ്തികരമാണോ? സമൻസ് കണ്ടില്ല, കൈപ്പറ്റിയിട്ടില്ല, മകൻ അങ്ങനെ ഒരു സാധനം കിട്ടിയതായി പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് മറുപടി. മര്യാദയ്ക്കൊരു ജോലിയെടുത്ത് കഴിയുന്ന മകനെപ്പറ്റി മുഖ്യമന്ത്രിക്ക് അഭിമാനം. ക്ലിഫ് ഹൗസിൽ എത്ര മുറികളുണ്ടെന്നറിയാത്ത പാവം പയ്യനെന്നും മുഖ്യമന്ത്രിയായ പിതാവിന്റെ സർട്ടിഫിക്കറ്റ്. അങ്ങനെ ഒരു മകനെ പറ്റിയാണ് എം.എ. ബേബി എന്തൊക്കെയോ പറഞ്ഞത്. അതിൽ ബേബി ഇന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടു. സ്വന്തം ബേബിയെ പറ്റി സെക്രട്ടറി ബേബി നടത്തിയ പ്രതികരണം പിണറായിയെ ചൊടിപ്പിച്ചെന്ന് വ്യക്തം. പിണറായി അമിത്ഷാ എന്ന പൊന്നിൽ തീർത്ത ബന്ധമാണ് സമൻസ് ആവിയായതിന് പിന്നിൽ എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. നിർമ്മല സീതാരാമന്റെ മനസ്സും അമിത്ഷാ ഇടപെട്ടാൽ നിർമ്മലമാകുമല്ലോ. അപ്പോൾ എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കിയത് എങ്ങനെയെന്ന് കേരളം അറിയണ്ടേ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. പിണറായിയുടെ സ്വന്തം ഇ.ഡിയോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് മുൻ എം.എൽ.എ. അനിൽ അക്കര, ഇടത് സഹയാത്രികൻ എം. ജയചന്ദ്രൻ, വലത് നിരീക്ഷകൻ ബിജു നായർ, സുപ്രീം കോടതി അഭിഭാഷകൻ രഞ്ജിത്ത് മാരാർ എന്നിവർ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ അനിൽ അക്കര, ഈ വിവേക് കിരൺ എന്താണ്, ഏത് തരക്കാരനാണ്, എത്രമാത്രം സ്വകാര്യമായി മാത്രം ജീവിക്കുന്നു, അധികാരത്തിൻ്റെ ഒരിടനാഴിയിലും ഇല്ലാത്ത ഒരാൾ എന്നൊക്കെ മുഖ്യമന്ത്രി ഇന്നൊരു ചിത്രം കേരളത്തിന് നൽകിയിട്ടുണ്ട്. ആദ്യമായി ഇങ്ങനെ ഒരാളെയാണോ അടിയന്തരമായി സമൻസ് നൽകി ചോദ്യം ചെയ്യണമെന്ന് ശ്രീ അനിൽ അക്കര ഇന്നും ഔദ്യോഗികമായി ഈ പറയുന്ന അധികാരികൾക്ക് കത്തയച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നത്? അല്ല, ഞാൻ ഇന്നുമല്ല എന്നും ഈ ലൈഫ് മിഷൻ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നവരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരന്തരമായ പോരാട്ടം ഞാൻ നടത്തും. ഒരു തർക്കമോ കാര്യത്തിലില്ല. അതുപോലെ തന്നെ ആ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വീട് 140 വീടുകൾ അല്ലെങ്കിൽ ഫ്ലാറ്റ് നിർമ്മാണം പൂർത്തിയാക്കുന്നവരെ ഞാൻ എൻ്റെ ഈ പോരാട്ടം തുടരും. അതുമായി ബന്ധപ്പെട്ട് ഞാൻ 2020 നൽകിയ പൊതു താൽപ്പര്യ ഹർജി, ആ ഹർജി 5 വർഷമായിട്ടും തീർപ്പാക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന വാശി? ആ 140 കുടുംബങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ഫ്ലാറ്റ് നിർമ്മിക്കാൻ ആ കേരള ഹൈക്കോടതിയിലെ പൊതു താൽപ്പര്യ ഹർജിയിൽ ഞങ്ങൾ വീടുകൾ അടിയന്തരമായി നിർമ്മിക്കും എന്ന് പറഞ്ഞാൽ ആ 140 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഞാൻ എം.എൽ.എ. ആയിരിക്കുന്ന സമയത്ത് തന്നെ വടക്കാഞ്ചേരിയിലെ ചരൽപ്പറമ്പിൽ ഫ്ലാറ്റ് നിർമ്മിക്കാൻ വേണ്ടി നൽകിയ 15 കോടി രൂപ ഇന്നും സർക്കാരിൻ്റെ ട്രഷറിയിലുണ്ട്. അത് വിചാരിച്ചാൽ ആ ഫ്ലാറ്റ് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. പിന്നെ രണ്ടാമത്, വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രിയുടെ മകനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ ഞാൻ പൂർണ്ണമായും അടിയുറച്ച് വിശ്വസിക്കുന്നു. ഈ ലൈഫ് മിഷൻ കേസ് അന്വേഷിച്ച എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ അഡീഷണൽ ഡയറക്ടർ ആനന്ദ് എന്ന് പറയുന്ന IRS ഓഫീസർ ഈ വിവേക് കിരणे വിളിച്ചു വരുത്തിയത്, നോട്ടീസ് കൊടുത്തത് ലാവ്ലിൻ കേസിൻ്റെയോ ലൈഫ് മിഷൻ കേസിൻ്റെയോ ECIRൻ്റെ ബലത്തിലാണെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിച്ചത്, അദ്ദേഹം കേൾക്കാനുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നത് ലൈഫ് മിഷൻ കേസിൽ തന്നെയാണ്. ഒരു തർക്കമോ കാര്യത്തിലില്ല. അതിൽ ഞാൻ ചർച്ചയുടെ രൂപത്തിൽ ബാക്കിയുള്ള ഘട്ടങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ സംസ്ഥാനത്ത് 2 കേസുകളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് പിണറായി വിജയൻ്റെ പേരിലും മുഖ്യമന്ത്രിയായി ലൈഫ് മിഷൻ്റെ ചെയർമാൻ്റെ പേരിലുമായി 2 CBI കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഒന്ന് ലാവ്ലിൻ കേസിലാണ് രജിസ്റ്റർ ചെയ്തത്, 2 ലൈഫ് മിഷൻ കേസിലാണ് രജിസ്റ്റർ ചെയ്തത്. ലാവ്ലിൻ കേസിൽ അദ്ദേഹത്തെ ഹൈക്കോടതി ആ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കി. ലൈഫ് മിഷൻ കേസിൽ അതിനകത്ത് 1ാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ലൈഫ് മിഷൻ ഒഫീഷ്യൽസാണ്. എന്ന് വെച്ചാൽ ലൈഫ് മിഷൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഒഫീഷ്യൽസ് അതിനകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ആ കേസ് അതിൻ്റെ FIR കോഷ് ചെയ്യാൻ വേണ്ടിയാണ് ഹൈക്കോടതിയിൽ ഈ ഗവൺമെൻറ് ഹർജിയുമായി പോയത്. ഹൈക്കോടതി തള്ളി. അതിപ്പോൾ സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്. എത്ര വർഷമായി സുപ്രീം കോടതിയിൽ കിടക്കുന്നു? 5-6 വർഷമായി സുപ്രീം കോടതിയിൽ ഈ ഗവൺമെൻറ് ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കേസ് നീട്ടിക്കൊണ്ടുപോവുകയാണ്. പിന്നെ 2 കേസുകളാണ് ECIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. ഒന്ന് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ്, 2 ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടാണ്.
ലാവ്ലിൻ കേസിൽ അന്നത്തെ ഊർജ്ജ സെക്രട്ടറിയായ മോഹനചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതിയാക്കിയിട്ടാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചലഞ്ച് ചെയ്ത കേസുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് വരേണ്ടിയിരുന്ന ഒരാൾ അന്നത്തെ KSEB ബോർഡ് ചെയർമാനായ ശിവശങ്കരനാണ്. സ്വാഭാവികമായും ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കരനെ വിളിച്ചു വരുത്തുന്നത് ഏത് നോട്ടീസാണ് എന്നതിൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. അത് ലൈഫ് മിഷൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള ECIRൻ്റെ ഭാഗമായിട്ടുള്ള സമൻസിൻ്റെ ഭാഗമായിട്ടാണോ ലാവ്ലിൻ്റെ കേസുമായി ബന്ധപ്പെട്ട ആയിട്ടാണോ എനിക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം ഞാൻ ആ സമൻസ് കണ്ട ഒരാളല്ല. അപ്പോൾ അത് സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആളുകളെ വിളിച്ചു വരുത്തുന്നത്. സ്വാഭാവികമായും ഇവിടെ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവേക് കിരണ് ഒരു മൊഴിയുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെക്കോർഡ് ചെയ്യാത്ത ചില മൊഴികൾ വിവേക് കിരണ് ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത് കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അന്വേഷണ ഏജൻസികൾ സ്വീകരിച്ച ചില അടവ് നയത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അന്വേഷണ ഏജൻസികൾ അന്ന് കൊടുക്കാൻ കഴിയുമായിരുന്നത് ലാവ്ലിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമനാണ്. ആ സമൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ കാണുന്നത് മലയാള മനോരമയിൽ പത്രത്തിൽ വന്നതിന് ശേഷമാണ്. അതുപോലെ തന്നെ ചാനലുകളിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വന്ന കേസുകൊണ്ടാണ്. ഇതിനകത്തൊരു കാര്യം ഉറപ്പാണ്, കട്ടത് സ്വർണമായാലും വെള്ളിയായാലും പ്രതി പിണറായി വിജയനും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ്. അത് യാതൊരു കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇപ്പോൾ ഈ ചർച്ചയിൽ ഈ സമൻസുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ ചോദിക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ലൈഫ് മിഷൻ വീടുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഈ ഗവൺമെൻറ്റിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ എൻ്റെ പൊതു താല്പര്യ ഹർജി അത് പരിഗണിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ സർക്കാരിൻ്റെ AS ഉപയോഗിച്ചുകൊണ്ട് ആ വീട് നിർമ്മാണം പൂർത്തിയാക്കാം. രണ്ട്, ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്നാണ് ഇവരുടെ ആഗ്രഹമെങ്കിൽ ഇവിടെ CBI കേസ്, ആ CBI കേസിൽ ഇവർ കൊടുത്തിട്ടുള്ള തടസ്സ ഹർജികൾ പിൻവലിച്ചാൽ ഈ വിഷയങ്ങളൊക്കെ തീരും. അപ്പോൾ ഇതൊന്നും തീർക്കാതെ ഈ അന്വേഷണം ഒരു ഘട്ടത്തിലും മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും തടസ്സ ഹർജിയുമായി വരുന്ന പിണറായി വിജയൻ ഏത് പുണ്യാളനാണ് എന്നാണ് വിശ്വസിക്കേണ്ടത്? ഏത് പുണ്യാളനാണ് പിണറായി വിജയൻ? ഏത് ലോകത്താണ് താമസിക്കുന്നത്? ഇത് വളരെ കൃത്യമല്ലേ. അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ മകന് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കാൻ സുപ്രീം കോടതിയിലെ തടസ്സ ഹർജി പിൻവലിച്ച് ആ CBI കേസ് CBI ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി അന്വേഷിക്കാനുള്ള നടപടി കൊടുക്കണം. അല്ലെങ്കിൽ അത് പോട്ടെ, ഇനി നിങ്ങൾ CBI കേസിൽ വേണ്ട, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് വേണ്ട, നിങ്ങളെടുത്തൊരു കേസുണ്ടല്ലോ, വിജിലൻസ് കേസ്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ അന്വേഷണം എവിടെ എത്തി? ആ അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥനായ DYSP സ്വയം രാജിവെച്ച് പോയില്ലേ നിങ്ങളുടെ പീഡനത്തിന്റെ ഫലമായി? തൃശ്ശൂരിൽ താമസിക്കുന്ന ആ DYSPയുടെ ഇന്നത്തെ സ്ഥിതി എന്താണ്? നിങ്ങളുടെ മകനേക്കാൾ പരിശുദ്ധിയുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ന് സർവീസിൽ നിന്നും സ്വയം രാജിവെച്ച് വീട്ടിൽ അസുഖബാധിതനായിട്ട് ഇരിക്കുകയാണ് മുഖ്യമന്ത്രി. നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പൊ ഇതിനകത്ത് പൂർണ്ണമായി പുകമറിയാണ്. ഈ ഗവൺമെന്റിനെ വെച്ചും അധികാരം ഉപയോഗിച്ചുകൊണ്ടും സംഘപരിവാറിന്റെ മുന്നിൽ നല്ല പിള്ളയായി ചമഞ്ഞ് നിർമ്മലാ സീതാരാമന്റെയും മോഡിയുടെയും അമിത്ഷായുടെയും വിശ്വസ്തനായ പിണറായി വിജയൻ ഇതിനേക്കാൾ ഒന്നും നമുക്ക് കേൾക്കാനില്ല. എനിക്കിത് കേട്ട് ഒരു അത്ഭുതവും തോന്നിയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഈ കേസ് ഞാനത് ഏറ്റെടുത്ത കേസാണ്. ജനപ്രതിയായ സമയത്ത് എൻ്റെ മണ്ഡലത്തിൽ 140 ആളുടെ വീട് നഷ്ടപ്പെട്ട കേസാണ്. നിയമപരമായി ഏതറ്റം വരെയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകും. ശരി, ശ്രീ M. ജയചന്ദ്രൻ, ഇന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു ഈ സമൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം കണ്ടിട്ടില്ല, അദ്ദേഹം കൈപ്പറ്റിയിട്ടില്ല, കുടുംബാംഗങ്ങൾ കണ്ടിട്ടില്ല, മകനും ഇങ്ങനൊരു സാധനം കിട്ടിയതായി പറഞ്ഞിട്ടില്ല എന്ന്. അതുകൊണ്ട് ഈ സമൻസ് ഇല്ലാതാകുന്നില്ല. കാരണം EDയുടെ വെബ്സൈറ്റിൽ അത് കിടക്കുന്നു, KC 20/2023/769. അതുകൊണ്ട് മുഖ്യമന്ത്രി കാണാതിരിക്കുകയും കൈപ്പറ്റാതിരിക്കുകയും ചെയ്യുക വഴി അസാധുവാകുന്നില്ലല്ലോ EDയുടെ ഈ നീക്കം. അത് വിവേകിലേക്ക് ED നടത്തിയ ചുവടുവയ്പ്പിനെ അപ്രസക്തമാക്കുന്നുമില്ലല്ലോ. അല്ല, അത് അസാധുവാക്കുന്നെന്നോ അപ്രസക്തമാക്കുന്നുവെന്നോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അദ്ദേഹത്തിന്റെ സമ്മേളനത്തിൽ അവകാശപ്പെട്ടിട്ടില്ലല്ലോ വേണു. അദ്ദേഹം പറഞ്ഞത് എനിക്കോ ഫോഴ്സിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കോ മകൻ വിവേകിനോ ഇത്തരം സമൻസ് കിട്ടിയിട്ടില്ല, ഇതേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അതുകൊണ്ട് അത് ഇല്ലാതാകുന്നുവെന്നോ അതിൻ്റെ പ്രസക്തി ഇല്ലാതാകുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. അതിന് വ്യക്തമാക്കേണ്ടത് ആരാണ്? സ്വാഭാവികമായും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെയാണ് അക്കാര്യം പറയേണ്ടത്. അത്തരത്തിലൊരു സംഗതി നിലനിൽക്കുന്നുണ്ടോ? 2023 ഫെബ്രുവരി 14 അയച്ചു എന്ന് മനോരമ വെളിപ്പെടുത്തിയ, ഒക്ടോബർ 10 വെളിപ്പെടുത്തിയ വാർത്തയുടെ സംഗതി ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന്
വെളിപ്പെടുത്തേണ്ടത് ഒന്നുകിൽ ED അല്ലെങ്കിൽ തങ്ങൾ ആ വാർത്തയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയേണ്ടത് മലയാളം ഹൗസാണ്. അത് അവർ ചെയ്യേണ്ട കാര്യമാണ്, ED ചെയ്യേണ്ട കാര്യമാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും നിലപാട് വ്യക്തമാക്കി, അതാണ് ചെയ്തിട്ടുള്ളത്. അതല്ലേ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ആ ചോദ്യമായിരുന്നല്ലോ. ആ ചോദ്യത്തിനാണ് അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് പിന്നെ ഒക്ടോബർ 10 വാർത്ത വരുമ്പോൾ അനിലക്കര ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗം ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസാണ് എന്നുള്ള നിലയിലാണ് ആ വിഷയം വ്യാപകമായി ചർച്ച ചെയ്യേണ്ടത്. അന്ന് രാത്രിയിൽ ഏഷ്യാനെറ്റിൽ നടന്ന ചർച്ചയിൽ അനിലക്കര പങ്കെടുക്കുന്നത് കണ്ടിരുന്നു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും കേൾക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ആ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഈ ഇഷ്യൂവിൽ കണക്ട് ചെയ്തത്. പക്ഷേ അങ്ങനെയല്ല. ഇന്ന് പറയുക മനോരമ തന്നെ വാർത്ത ബ്രേക്ക് ചെയ്യുകയാണല്ലോ, അങ്ങനെയല്ല, സംഭവം വേറെയാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് വൈകുന്നേരം വാർത്താ സമ്മേളനം നടക്കുന്നു. അതിൽ മുഖ്യമന്ത്രി പറയുന്നു എനിക്കോ മകനോ ഇങ്ങനൊരു സമൻസ് കിട്ടില്ല, ഇനി അത് ബാക്കിയുള്ള ED അല്ലേ വ്യക്തമാക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആ ചുമതല, ഉത്തരവാദിത്വം, ജോലി അവരുടേതാണെന്നേ, അതവർ ചെയ്തോട്ടെ. അതവർ ചെയ്തിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളുമായിട്ട് ഇതിൻ്റെ അകത്ത് ആർക്കും നിഷ്കളങ്കത ചമയേണ്ട കാര്യം. മറ്റ് പലരും പറയുന്നത് പോലെയല്ല ഞാൻ അനിലക്കരയുടെ വാക്കുകൾ കേൾക്കാറുള്ളത്. അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ്, അതുകൊണ്ട് മാത്രമല്ല ഒരു പൊതുപ്രവർത്തകനാണ്, പിന്നെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയനാണ് താൻ എന്ന് സ്വയം ചാനൽ ചർച്ചകളിൽ പറയാറുള്ള ആളുമാണ് അദ്ദേഹം. പക്ഷെ മറ്റ് പലർക്കും ഈ ഒക്ടോബർ 10 വന്ന ഈ വിഷയം പെരുപ്പിച്ച് വാർത്തയാക്കി പൊലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന മറ്റ് പലർക്കും അങ്ങനെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാവേണ്ട ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ്. അവർ ആ നിലയിലാണ് പ്രതികരിക്കാറുള്ളത്. അവരുടെ പ്രതികരണം ഇന്ന് ഞാൻ പലയിടത്തും ചിലരുടെ ഓൺലൈൻ മാധ്യമങ്ങളിൽ കണ്ടു, മറ്റു ചിലരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടു, വേറെ ചിലരുടെ യൂട്യൂബ് വീഡിയോയിലും കണ്ടായിരുന്നു അത്തരത്തിലുള്ള പ്രതികരണം. പക്ഷേ അനിലക്കരുടെ എന്ന് ഞാൻ അത്തരത്തിലുള്ള ഒരു പ്രതികരണം അല്ല പ്രതീക്ഷിക്കുന്നത്. കാരണം രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ വ്യത്യസ്തമാണെങ്കിലും നിലപാടുകളിൽ സോഷ്യൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ആ പൊതുപ്രവർത്തകൻ എന്നുള്ള എൻ്റെ ബോധ്യത്തിലാണ് ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായാൽ പ്രിയപ്പെട്ട അനിലക്കര, ഇത് ആരാണ് വ്യക്തത വരുത്തേണ്ടത്? മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നിലപാട് പറഞ്ഞു, എനിക്കോ എൻ്റെ മകനോ അത്തരത്തിൽ അങ്ങനെ സമൻസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. താങ്കൾ ഇത് ആവർത്തിക്കുന്നതോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു അന്വേഷണ സംവിധാനം സുതാര്യമായി എന്തൊക്കെയാണ് അവരുടെ നടപടിക്രമങ്ങൾ എന്ന് മാധ്യമങ്ങളോട് വിശദീകരിക്കാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ്. അങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷേ അത് നിർബന്ധമായും നമ്മുടെ മുന്നിലുള്ള ഒരു സാധ്യതയല്ല. അതേസമയം മുഖ്യമന്ത്രി അങ്ങനെയല്ല. താങ്കൾ ഇപ്പോൾ അനിലക്കരയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആവർത്തിച്ചൊരു കാര്യമുണ്ട്, സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയനാകാൻ സന്നദ്ധനായിരിക്കുന്ന ഒരു വ്യക്തി. കാരണം അദ്ദേഹം പൊതുപ്രവർത്തകനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എത്രമാത്രമാണ് സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയനാകേണ്ടത്? അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതല്ല ആ ബാധ്യത, അദ്ദേഹം സ്വയം അത് വ്യക്തമാക്കേണ്ടതാണ്, അല്ലേ? അങ്ങനെ ഏത് അളവ് വരെ ഇന്ന് മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കി? ഈ പറയുന്ന EDയുടെ സമൻസ് ഉണ്ട് എന്നതൊരു വാസ്തവമാണ്. അത് ക്ലിഫ് ഹൗസിലേക്ക് അയച്ചു എന്നതിൻ്റെ രേഖയും പുറത്തു വന്നിട്ടുണ്ട്. അത് കൈപ്പറ്റിയോ ഇല്ലയോ എന്ന് മുഖ്യമന്ത്രി പറയേണ്ടിയിരുന്നതല്ലേ? അത്രയും കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടിയിരുന്നു. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, മകനെതിരെ ഒരു ED സമൻസ് ഉണ്ട്, അത് ക്ലിഫ് ഹൗസിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെയാണ് ഇന്ന് പറഞ്ഞ അനുബന്ധ വാചകങ്ങൾ വരേണ്ടത്, ഞങ്ങളത് കൈപ്പറ്റിയിട്ടില്ല എന്ന്. അത് പറഞ്ഞില്ല എന്ന് വരുമ്പോൾ പാതി വെന്ത ഒരു സത്യം മാത്രമാണ് പിണറായി എന്ന് പറഞ്ഞിരിക്കുന്നത്. പറയുന്നു അങ്ങനെ സമൻസ് ഉണ്ട് എന്ന്. ഞാൻ ശ്രീ വേണുബാലകൃഷ്ണൻ ഞാൻ വിശ്വസിക്കുന്നു ഈ മാസം 10-ാം തീയതി മലയാള മനോരമ 1-ാം പേജിൽ സ്റ്റോറിയായിട്ട് പ്രസിദ്ധീകരിച്ച ഈ വാർത്ത, കാരണം അങ്ങനെ വിശ്വസിക്കാൻ ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് ഈ സമൻസ് എവിടെയുണ്ടല്ലോ ശ്രീ എം ജയചന്ദ്രൻ? EDയുടെ വെബ്സൈറ്റിൽ ഈ സമൻസ് ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് അത് ഇല്ലാത്തൊരു കഥയാകുന്നത്, ഇല്ലാത്തൊരു വാർത്തയാകുന്നത്? ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്, ശ്രീ എം ജയചന്ദ്രനിലേക്ക് വരാം.
ശ്രീ ബിജു നായർ, ഇവിടെ ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസിയാണ് ഇതെല്ലാം വിശദീകരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു രീതി ഇ ഡിക്കുണ്ടോ? പിന്നെ ഇപ്പോൾ എം ജെ അച്യുതൻ ഏറ്റവും അവസാനം പറഞ്ഞത് ഇത് ഒരു വ്യാജ വാർത്തയാണ് എന്ന് വരെയാണ്. അങ്ങനെയെങ്കിൽ ഈ ഇ ഡിയുടെ ഈ പറയുന്ന വെബ്സൈറ്റിൽ ഈ മനോരമ സ്ഥിരീകരിക്കുകയും ചെയ്ത് അത് പുറത്ത് ഇപ്പോൾ ഒരു പബ്ലിക് ഡോക്യുമെൻ്റായി പുറത്ത് മുന്നിൽ നിൽക്കുന്ന ഒരു രേഖ കൂടിയാണത്. പിന്നെ എങ്ങനെയാണത് ഒരു കെട്ടിച്ചമച്ച വാർത്തയാവുക? അല്ല, ഇതൊരു കെട്ടിച്ചമച്ച വാർത്തയൊന്നുമല്ല, വസ്തുതയാണ് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു ശൈലി എപ്പോഴും പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഞാൻ വിശുദ്ധനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് സ്ഥാപിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഈ ഒരു മനോരമ ഇത് പുറത്തു കൊണ്ടുവന്ന ആ ഒരു സമയം നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. 2 ഭരണകാലം കഴിഞ്ഞ് ഇനി മൂന്നാമതും നമ്മൾ തന്നെ തിരിച്ചു വരും എന്നുള്ള രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലുള്ളവർക്ക് മോൾക്കെതിരെ കേസുണ്ട്, മകനെതിരെ സമൻസ് ഉണ്ട്, പിന്നെ മുഖ്യമന്ത്രിയുടെ പേരിൽ തന്നെ കേസ് നടക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറന്നുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ വളരെ വ്യക്തമായി ഒരു സന്ദേശം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി അതിനോട് എത്ര നിരുത്തരവാദപരമായാണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. കാരണം വളരെ ലോക്കൽ കള്ളന്മാർ വരെ സമൻസ്, വാറണ്ട് ടൈപ്പ് സാധനങ്ങൾ കിട്ടിയിട്ടില്ല, കണ്ടിട്ടില്ല എന്നൊക്കെയുള്ള ഒഴിവ് കഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടുവാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയും പറയുന്നത് എന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇദ്ദേഹം എന്താണ് ഇവിടെ ചെയ്യുവാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. പിന്നെ എപ്പോഴും BJP ഈ ഒരു ഇടതുപക്ഷ ബാന്ധവമാണ്, അതുകൊണ്ട് ED മുന്നോട്ട് നീങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നത് തീർത്തും ഒരു ഇരട്ടത്താപ്പാണ്. കാരണം ഒരുപാട് അവസരങ്ങളിൽ EDയെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ സർക്കാരുകളെ വേട്ടയാടുകയാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ള ആരോപണവും BJP തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇപ്പം കൃത്യമായി പറയുകയാണെങ്കിൽ മൊഴിയെടുക്കുവാനായി സമൻസ് അയച്ചാൽ അതിനോട് പ്രതികരിച്ചുകൊണ്ട് തെറ്റുകൾ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഹാജരായി വ്യക്തത വരുത്തുകയാണ് വേണ്ടത്. അതാണ് ഒരു ജനാധിപത്യം ആവശ്യപ്പെടുന്ന സുതാര്യത. അത് ചെയ്യുവാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, 2 വർഷത്തിലേറെ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇതൊന്നും ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ പ്രതികരിക്കുമ്പോൾ ജനങ്ങൾക്കിതിൽ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകുന്നത് ഇവിടെ എന്തോ ഒളിക്കുവാനുണ്ട് എന്നുള്ളതാണ്. പിന്നെ ED ഇപ്പം നമുക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യം തന്നെ എടുത്താൽ അറിയാം. 16 സമൻസ് എങ്ങാണ്ട് അയച്ചിട്ടാണ് പുള്ളി അവസാനം അറസ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടി വന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ED അല്ലെങ്കിൽ മറ്റു കേന്ദ്ര ഏജൻസികൾ ഇന്ന് കേരളത്തിൽ ചില ചുവടുവയ്പ്പുകൾ നടത്തുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? ജനാധിപത്യം അപകടത്തിലാണ്. നമ്മുടെ സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനെ പുറത്താക്കുവാനുള്ള ശ്രമമാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് സത്യമോ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതുകൊണ്ട് തന്നെ ED ആ ഒരു കൃത്യവിലോപം നടത്തി എന്നൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും അവരുടെ നീക്കങ്ങൾക്ക് വേഗത പോരാ, കൃത്യത പോരാ. വളരെ വ്യക്തമായി നമ്മുടെ ജനങ്ങൾക്ക് മുമ്പിൽ ഇത്തരം കേസുകളുടെ കൂടുതൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അതിനനുസരിച്ച് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയും ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് വളരെ വ്യക്തമായി തന്നെ പറയാനുള്ളത്. അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട് അതിൽ. കാരണം ഈ അന്വേഷണ ഏജൻസികളിൽ തന്നെ ഇടതുപക്ഷ ഫ്രാക്ഷനിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരിത്തരം കേസുകളെ അട്ടിമറിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. വിജിലൻസ് തന്നെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിജിലൻസ് തന്നെ പലപ്പോഴും ഇത്തരം കേസുകളിൽ ഇടപെട്ടുകൊണ്ട് ഫയൽ പിടിച്ചെടുക്കുകയും അങ്ങനെ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയാണ് എന്നൊക്കെയുള്ള നമ്മൾ വളരെ വ്യക്തമായി കണ്ടിട്ടുള്ളതാണ്. തെളിവുകൾ നശിപ്പിക്കുന്ന കാര്യത്തിൽ സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം വരെ നമുക്ക് മുമ്പിൽ നടന്നിട്ടുള്ളതാണ്. മറ്റു പല രീതിയിൽ നമ്മൾ ഈ അന്വേഷണങ്ങളെ എങ്ങനെയാണ് മുടക്കുന്നത്, എങ്ങനെയാണ് അതിന് തുരങ്കം വയ്ക്കുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ജനങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് തന്നെ പല രീതിയിലുള്ള അഴിമതി, അത് ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി സ്വർണം കടത്തുന്നത് തൊട്ട് ഇപ്പോൾ ഏറ്റവും അവസാനമായി നമ്മൾ വന്ന് നിൽക്കുന്ന ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണ കൊള്ള വരെ
ഉണ്ട്. അതിൽ ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ അതുപോലെ തന്നെ ഇടതുപക്ഷ മുതിർന്ന നേതാക്കളുടെ പങ്കുണ്ട്. അവർ ഗൂഢാലോചനകളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ അതിനുള്ള വ്യക്തമായ ഉത്തരം മുഖ്യമന്ത്രി അടക്കം എല്ലാവരും പറയണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ശരി, ശ്രീ എം ജയചന്ദ്രൻ അങ്ങ് പറഞ്ഞു വന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെടുകയുണ്ടായി. എന്റെ ചോദ്യം അങ്ങ് കേട്ട് കാണുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങയുടെ മറുപടി? അല്ല, ഞാനത് പൂർത്തീകരിച്ചില്ല, അപ്പോഴത്തേക്കാണ് താങ്കൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയത്. അല്ല, ഞാൻ പറഞ്ഞത് പിന്നെ മനോരമയിൽ ഒക്ടോബർ 10 വന്ന വാർത്ത ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഞാനത് തന്നെയാണ് പറയുന്നത്. ഇനി അതിന് ഉപോദ്ബലകമായി എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നുള്ളതാണല്ലോ താങ്കൾ ഇപ്പോൾ അതാണ് ചോദിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? അത് പറയാമല്ലോ. പിന്നെ ഇത് ആദ്യം ഒക്ടോബർ 10 ഈ വാർത്ത വന്നപ്പോൾ എല്ലാവരും കരുതിയതും ചാനലുകൾ അന്ന് രാത്രി ചർച്ച ചെയ്തതും ബ്രേക്കിംഗ് ന്യൂസ് ആയതുമൊക്കെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസായിരുന്നല്ലോ. അത് കഴിഞ്ഞാണ് പിന്നീട് ഇന്നത് മാറി ഇതിലേക്ക് ലാവലിൻ കേസിലേക്ക് വരുന്നത്. ലാവലിൻ കേസ് ഉണ്ടാകുന്നതിൻ്റെ അതിൻ്റെ നാൾ വഴികളൊന്നും പറയാനുള്ള സമയമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട് വേണു, അതായത് 2006 മാർച്ച് 1 അവസാനത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് അന്നാണ് ഈ കേസ് ലാവലിൻ കേസ്. സാർ, അതിന്റെ ചരിത്രത്തിലേക്ക് വരുന്നതിന് മുൻപ് എന്റെ ചോദ്യത്തിന് നേരിട്ട് അങ്ങ് മറുപടി നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതായത് ഒരു സെക്കൻഡ് സാർ, ഈ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. മുഖ്യമന്ത്രിക്ക് ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്നതിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു സമൻസ് ഉണ്ട് എന്ന് പറയേണ്ടതായിരുന്നില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ EDയുടെ വെബ്സൈറ്റിൽ ഒരു സമൻസ് ഉള്ളത് എന്റെയും ശ്രദ്ധയിലുണ്ട്. ക്ലിഫ് ഹൗസിലേക്ക് ഒരു കത്ത് വന്നിട്ടുണ്ടോ ഇല്ലയോ, അത് സ്വീകരിക്കാതെ മടക്കുകയാണോ ചെയ്തത്, എന്നിട്ടാണ് ഈ പറയുന്നത് ഞങ്ങൾ ആരും ഇത് കണ്ടിട്ടില്ല എന്ന് പറയേണ്ടത്. ആ 3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞോ ഇല്ലയോ? അതാണ് ചോദ്യം. അല്ല, താങ്കൾ എന്താണ് അങ്ങനെ ചോദിക്കും? ഞാൻ കാര്യം പറഞ്ഞുകൊണ്ട് വരില്ലേ, ലാവലിൻ കേസിന്റെ നാൾ വഴി പറയാൻ അനുവദിക്കുന്നില്ലെങ്കിൽ വേണ്ട. എനിക്ക് ഈ ചോദ്യത്തിൽ അങ്ങ് നേരിട്ട് മറുപടി പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സമയം അനുവദിക്കുമ്പോൾ പറഞ്ഞോളാം. വേണ്ടെന്നേ എനിക്ക് വേണ്ട. താങ്കൾക്ക് സൗകര്യമുണ്ടെങ്കിൽ സമയം തന്നാൽ മതി, അന്നേരം പറഞ്ഞോളാം. പക്ഷേ ഇപ്പോൾ വിവേകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് മാത്രം പറയുന്നു. വിവേകിനെ ഇങ്ങനൊരു കേസിലേക്ക് EDക്ക് വിളിപ്പിക്കണമെങ്കിൽ പ്രാഥമികമായും രാജ്യത്ത് എവിടെയെങ്കിലും ഒരു FIR വേണമല്ലോ. അത് താങ്കൾ നിഷേധിക്കില്ലല്ലോ. ആ FIRനെ തുടർന്ന് ECIR ഇടാൻ പറ്റൂ, അതും നിഷേധിക്കില്ലല്ലോ. ഇത് രണ്ടുമില്ലാതെ എങ്ങനെയാണെന്ന് വിവേകിനെ വിളിപ്പിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ECIR ഇട്ടിട്ടുണ്ട്. അല്ല, ഇല്ലെന്നേ ഞാൻ പറയല്ലേ. ഞാൻ എനിക്ക് പറഞ്ഞു തീർക്കാനുള്ള അവസരം താങ്കൾ തന്നില്ലെങ്കിൽ എനിക്കത് പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. കേൾക്കുന്നവർക്കും അത് ഗ്രാസ്പ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ അറിവുള്ള കാര്യമാണല്ലോ പറയുന്നത്. ബാക്കിയുള്ളവർ അവരുടെ അറിവുള്ള കാര്യവും താങ്കളുടെ അറിവുള്ള കാര്യവും പറയുമല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒരു ഭാഗം നിൽക്കുന്നു. മറുഭാഗത്ത് ഈ കരുവന്നൂർ കേസിൽ ഉടനീളം കണ്ടതാണ് പിന്നെ ഈ EDയുടെ പ്രവർത്തികൾ എങ്ങനെയാണെന്നുള്ളത്. മാധ്യമപ്രവർത്തകരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി എങ്ങനെയാണ് ഓരോ ദിവസവും വാർത്ത ഫീഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അത് ബ്രേക്കിംഗ് ന്യൂസായി ഇലക്ട്രോണിക് മീഡിയയിലും സോഷ്യൽ മീഡിയയിലും പിറ്റേന്ന് പ്രിൻറ്റ് മീഡിയയിലും പോയിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഇതുമായി ബന്ധമുള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ അത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ 2021 ഫെബ്രുവരി 14 ശേഷം ഇത്രയും 2.5 കൊല്ലമായിട്ട് അങ്ങനെ ഒരു നടപടിയുമില്ലെന്ന്, അങ്ങനെ പ്രശ്നമേ ഇല്ല. പെട്ടെന്ന് ഒരു ദിവസം ഒക്ടോബർ 10 പൊട്ടിമുളച്ച് വരികയാണ് വാർത്ത, പെട്ടെന്നുണ്ടായി. എന്നിട്ട് അതിന് അന്നത്തെ ദിവസം തന്നെ ഒക്ടോബർ 10 അകത്തെ പേജിൽ, മനോരമയുടെ തന്നെ അകത്തെ പേജിൽ ഒരു വ്യാഖ്യാനം വേറെ വരികയാണ്. പിന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരിൽ തന്നെ ഇതൊന്ന് പുറത്ത് വരട്ടെ എന്ന് കരുതി പുറത്ത് വന്നതായിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ എന്നൊരു സാന്ത്വനിപ്പിക്കലും. എന്തെങ്കിലും സംശയം തോന്നുന്നവർക്ക് അത്തരത്തിലുള്ള ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിട്ടാണ് ഇതൊക്കെ വരുന്നത്. ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും ഉണ്ട്, നമുക്കൊന്നും നിഷേധിക്കാൻ കഴിയില്ല. കേസുകൾ പല രൂപത്തിലാണ് പിന്നെ ഫോം ചെയ്യപ്പെടുക, ഒക്കെ ഉണ്ടാവുകയും ചെയ്യാം. പക്ഷേ ഈ 10-ാം തീയതി പറയുന്നത് 13-ാം തീയതി മാറ്റി പറയണമെങ്കിൽ മാറ്റി പറയുമ്പോൾ അതിനൊരു ഒരു ബേസ് വേണ്ടേ? ഞാൻ അനിലക്കര പറയുന്നതിനെ നിഷേധിക്കുകയല്ല കേട്ടോ, അതും അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ്. ഞാൻ താങ്കളുടെ ചോദ്യത്തിന് മാത്രം മറുപടി പറയുകയാണ്.
അപ്പൊ അത് അത്തരത്തിലുള്ള ഒരുപാട് അവ്യക്തതകൾക്ക് നടുവിൽ ശരി ശരി നിന്നുകൊണ്ടാണ് അവ്യക്തതകൾ ഉണ്ട് എന്ന് അങ്ങ് പറയുന്നതിന് ഒരു വാദം അംഗീകരിച്ചാലും വ്യക്തതയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ചോദ്യങ്ങളാണ് അങ്ങ് ഒഴിഞ്ഞു പോകുന്നതും. ഞാൻ ശ്രീ മാരാരിലേക്ക് വരാൻ അതിന് തൊട്ടുമുമ്പ് അനിൽ, ഇവിടെ ഈ പറയുന്ന 2020 ECR രജിസ്റ്റർ ചെയ്തിട്ടേ ഇല്ല എന്നാണ് ശ്രീ എം ജയചന്ദ്രൻ പറയുന്നത്. ഈ വെബ്സൈറ്റിൽ ഈ പറയുന്ന സമൻസിന്റെ കൃത്യമായ രേഖയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയും അദ്ദേഹം പറയുന്നില്ല. അതുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയേണ്ടത് ED ആണെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, ഈ 2 FIRകളാണ് ഒന്ന് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യം രജിസ്റ്റർ ചെയ്തത്. ഒന്ന് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത FIR. രണ്ടാമത്തെ FIR എന്ന് പറയുന്നത് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത FIR. ഈ 2 FIRകളുടെയും ചൂട് പിടിച്ചുകൊണ്ടാണ് 2020 ഈ പറയുന്ന ഊർജ്ജ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന മോഹനചന്ദ്രൻ 1-ാം പ്രതിയായി രജിസ്റ്റർ ചെയ്ത ECIR എന്ന് പറയുന്നത്. അത് കൊച്ചി സോണലിൽ രജിസ്റ്റർ ചെയ്തതാണ്. കൊച്ചി സോണലിലാണ് രജിസ്റ്റർ ചെയ്തത്. 2020 ECIR ആണ് അത്. അതുപോലെ തന്നെ പിന്നീട് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2021 തോന്നുന്നു 2021 രണ്ടാമത്തെ ECIR രജിസ്റ്റർ ചെയ്തു. ഇത് രണ്ടും പിന്നെ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഇതിൻ്റെ വിവരങ്ങൾ മുഴുവൻ ഇത് പറയാൻ കാരണം ഈ ECIRകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാവ്ലിൻ്റെ ECIR പിന്നെ ചലഞ്ച് ചെയ്തുകൊണ്ട് ലാവ്ലിൻ കമ്പനിയും അതുപോലെ തന്നെ ഊർജ്ജ വകുപ്പ് സെക്രട്ടറിയും ഒക്കെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ അവിടെ നോക്കിയാൽ തന്നെ ഇത് കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ECIRും അതുപോലെ തന്നെ ഈ പറയുന്ന പിന്നെ CBIയുടെ FIRും ഒക്കെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള കേസുകളും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന് സത്യം. അത് ജയചന്ദ്രന് പിന്നെ സാറിന് അത് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രിയെ ബ്ലൈൻഡായി സപ്പോർട്ട് ചെയ്യാമെന്നുള്ളതുകൊണ്ടാണ് തോന്നുന്നത്. ഇത് രണ്ടും വളരെ കൃത്യമാണ്. എൻ്റെ കയ്യിൽ പിന്നെ ഞാൻ നൽകിയ പരാതിയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. പിന്നെ ഞാൻ ഈ വിഷയത്തിലെടുത്ത നിലപാട് എന്ന് പറയും. ഹലോ, ഞാൻ വരാമല്ല അത്രയും മതി. കാരണം നമുക്ക് അടുത്ത ഊഴത്തിലേക്ക് വരാം. ഞാൻ ഒന്ന് മാരാരിലേക്ക് പോയിക്കോട്ടെ. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാര്, ഇന്നിപ്പോൾ ഈ പറയുന്ന പിണറായി സ്വന്തം കേസ് വാദിച്ചതാണ് കാണുന്നത്. അതായത് പാർട്ടി ഇക്കാര്യത്തിൽ അറിവുള്ളവരല്ല എന്ന് ഈ ദിവസങ്ങളിലൊക്കെയുള്ള മന്ത്രിമാരുടെ, സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള ഒരു മന്ത്രിയുടെ, 2 മന്ത്രിമാരുടെ പ്രത്യേകിച്ചുമുള്ള പ്രതികരണത്തിൽ നിന്നെല്ലാം വ്യക്തമാകുന്നതാണ്. രാജീവിൻ്റെ ആയാലും ബാലഗോപാലിൻ്റെ ആയാലും ഒക്കെ ബേബി എന്ന് പറഞ്ഞ് ആകെ അബദ്ധത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വന്തം കേസ് സ്വന്തമായി തന്നെ വാദിച്ചു കൊള്ളാം എന്ന ആത്മവിശ്വാസ പ്രകടനമാണ് ഇന്ന് പിണറായിയുടെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് സ്വന്തം കേസ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേരളത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ? Yeah, that is for the അത് പോപ്പുലേഷൻ ബാക്കി സിറ്റിസൺസ് തീരുമാനിക്കേണ്ടതാണ് അത് എങ്ങനെയാണ് വന്നേക്കുന്നത്. നമുക്ക് ഈ ഒരു സമൺസിൻ്റെ ഇഷ്യൂയിലേക്കാണെന്നുണ്ടെങ്കിൽ മിഥുൻ ഹാഡ് ബ്രേക്ക് ദിസ് ന്യൂസ്. മിഥുനാണ് ഈ ന്യൂസ് കൊണ്ടുവന്നത്. മിഥുൻ്റെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ഞാൻ കണ്ടിരുന്നു. മിഥുൻ തന്നെ പറയുന്നത് ആ ക്ലാരിഫിക്കേഷൻ ലാവ്ലിൻ കേസിൻ്റെ സമൺസ് ആണ് എന്നുള്ളതാണ് മിഥുൻ മനസ്സിലാക്കിയതെന്ന് സബ്സിക്വൻ്റ്ലി മിഥുൻ ഇന്നലെയാണോ ഇന്ന് രാവിലെയാണോ പറഞ്ഞതായിട്ടാണ് മനസ്സിലാവുന്നത്. അതായത് 2020 ദർ വാസ് എ സമൺസ്. നമുക്ക് ഈ ആക്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ കോൺട്രവേഴ്സി ഇല്ലാതെയാവുള്ളൂ. ഈ ആക്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദി ഓഫീസർ ഹൂവർ ഇറ്റ് ഈസ് ഡയറക്ടറിൻ്റെ പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് സെക്ഷൻ 50 അനുസരിച്ചിട്ട് ഹി ക്യാൻ ഇഷ്യൂ എ സമൺസ്. ഈ സമൺസ് പോകുന്നത് അക്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടല്ല സമൺസ് പോകുന്നത്. ദിസ് ക്യാൻ ബി ഓൾസോ ഫോർ ഒരു ഇൻഫർമേഷൻസ് കിട്ടാൻ അല്ലെങ്കിൽ എവിഡൻസ് കളക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും ഈ സമൺസ് പോവാം. ഈ സമൺസ് 2 രീതിയിലേക്കാണ് വരിക. ഒന്ന് PMLA ആക്ടിൻ്റെ കീഴിലുള്ള പ്രോസിക്യൂഷൻ, സെക്ഷൻ 3ൻ്റെ കീഴിലുള്ള പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് വരാം. അതല്ല എന്നുണ്ടെങ്കിൽ സെക്ഷൻ 5 അനുസരിച്ചിട്ടുള്ള അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ടും വരാം. ആ PMLA ആക്ടിൻ്റെ കീഴിൽ ഒഫൻസ് ട്രൈ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടെങ്കിൽ ആ മണി ലോണ്ടറിങ്ങിൽ നിന്ന് ഏതെങ്കിലും പ്രോപ്പർട്ടി ആരെങ്കിലും മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിലിമിനറി ആയിട്ടുള്ള കാര്യമാണ് സെക്ഷൻ 5 നടക്കുന്നത്. അത് സബ്സിക്വൻ്റ്ലി ഫൈനൽ അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞിട്ട് അത് ഡിസ്പോസലും എല്ലാം നമ്മൾ പല കേസുകളിൽ നമ്മൾ കണ്ടതാണ്. അത് ഈവൻ ഇൻക്ലൂഡിങ് കരുവന്നൂർ കേസിൽ ബാങ്ക് പൈസ പിടിച്ചു, അത് തിരിച്ചു കൊടുത്തു, അത് ഇൻവെസ്റ്റേഴ്സ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതും കണ്ടല്ലോ. സ്ഥിരമായിട്ട് ഇത് സംഭവിക്കുന്നുമുണ്ട്. അപ്പോൾ അക്യൂസ്ഡ് അല്ലാത്ത പലർക്കും ഈ കേസിലുണ്ടായിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേകിന് കൊടുത്തിരിക്കുന്ന സമൺസ് ഹി വാസ് നെവർ ആൻ അക്യൂസ്ഡ് വൺ. സെക്കൻഡ്ലി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്.
ആ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് ലാവ്ലിൻ കേസിൻ്റെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്ത ECIR-നാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ECIR രജിസ്റ്റർ ചെയ്തത് ഏത് കൊല്ലമാണെങ്കിലും PMLA ആക്ട് വന്നിരിക്കുന്നത് 2002-ലാണ്. 95 അക്കോർഡിംഗ് ടു ദം ഒറിജിനൽ പ്രെഡിക്കേറ്റ് ഒഫൻസ് നടക്കുന്നത് 1995-ലാണ്. 1995 നടക്കുന്ന ഒഫൻസിന് ശേഷം വി ആർ ഇൻ 2002-2020 ദർ വാസ് കൺസിഡറബിളി ഡിലേ ഉള്ള ഒരു സമൻസ് ഇഷ്യൂ ചെയ്യുകയാണ്. FIR വാസ് രജിസ്റ്റേർഡ് വിച്ച് എവർ ഇറ്റ് ഈസ്. ആ 2020-ലെ ലാവ്ലിനിലെ ഇത് ലൈഫ് മിഷനിൽ സബ്സിക്വൻ്റ്ലി വന്നിരിക്കുകയാണ്. എന്താണെങ്കിലും അന്ന് ഹീസ് ആൻ ഇപ്പോൾ ആൾക്ക് എന്ത് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിലും പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന പിണറായി വിജയനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനാണെങ്കിലും എവരിബഡി ഹാസ് എ റൈറ്റ്. ആ റൈറ്റ് അനുസരിച്ചിട്ട് അവർക്ക് ഡിറ്റർമിൻ ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട്. അത് നമ്മൾ ബഹുമാനിക്കുക തന്നെ വേണം. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നതാണ്. ഏത് ലെവലിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വന്തമായിട്ട് വാദിക്കണോ നല്ല വക്കീലിനെ വെച്ച് വാദിക്കണോ എന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാണ്. അദ്ദേഹം എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ കാര്യം. പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൻസ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതാണല്ലോ അദ്ദേഹം റെസ്പോണ്ട് ചെയ്തത്. ഈ ED ഉദ്യോഗസ്ഥർക്ക് എത്ര തവണ വേണമെങ്കിലും സമൻസ് ഇഷ്യൂ ചെയ്യാം. അത് പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കാം, പെർസ്യൂ ചെയ്യാതിരിക്കാം. അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പെർസ്യൂ ചെയ്യേണ്ട കാര്യമില്ല. അത് EDയുടെ ചോയ്സാണ്. ഈ ഒരു കേസിലെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ഈ പണ്ട് നമുക്ക് PMLA ആക്ട് വിടുക, വേറെ CRPC-യിലാണെങ്കിൽ പോലും സെക്ഷൻ 91 അനുസരിച്ചിട്ട് പല ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി പല സമൻസ് ഷൂട്ട് ചെയ്യും. ഈ പല സമൻസ് ചിലപ്പോൾ 41A-യിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. 41A-യിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അക്യൂസ്ഡ് ആക്കും, ചിലപ്പോൾ അക്യൂസ്ഡ് ആക്കില്ല, വിറ്റ്നസ് ആയിട്ട് കൊണ്ട് നടക്കും. അതെല്ലാം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഇൻ്റലിജൻസ് പോലെ ഇരിക്കും. ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സമൻസിന് പ്രസക്തി തന്നെയില്ല. അവർ 2020-ൽ ഒരു സമൻസ് നോട്ട് നെസസറി. എങ്ങനെ കളക്ട് ചെയ്താലും ഏത് രീതിയിൽ വേണമെങ്കിലും കളക്ട് ചെയ്യാലോ. വിവേകിന് സമൻസ് അയക്കുമ്പോൾ ആവശ്യപ്പെടുന്നത് വിവേകിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ മുഴുവൻ വിശദാംശങ്ങൾ, വിവിധ ബാങ്കുകളിലുള്ള എന്തൊക്കെയാണോ ഉള്ള നിക്ഷേപങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ, അങ്ങനെ എല്ലാമാണ്. അതിന്റെ എല്ലാ രേഖകളുമായി വരണമെന്നാണ് പറയുന്നത്. അതല്ലാതെ എങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും? കറക്റ്റ്. അതെല്ലാം വേണം എന്ന് ഉണ്ടെങ്കിലും ECR ബിൽഡ് ചെയ്യാൻ ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതെങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും? ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ അതെങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും? അതല്ലാതെ വിവേക് കൊണ്ടുവരാതെ അതെങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും? ഇല്ല. ഇനി ചോദിച്ചതിന് നേരിട്ട് മറുപടി. അതിന്റെ നിയമപരമായ വശം പറഞ്ഞാൽ എനിക്കിതിൽ രാഷ്ട്രീയ അല്ല, അതൊന്നുമല്ല എന്റെ ചോദ്യം. അങ്ങ് വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരിട്ടുള്ള ചോദ്യം, അങ്ങ് പറഞ്ഞു ഒരു സമൻസ് അയക്കുന്നു, അതിനുശേഷം പിന്നീട് അതല്ലാതെ കളക്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ എന്നാൽ ഇടവേളയിലേക്ക് പോകുമേ രഞ്ജിത്തെ. ചോദിക്കുന്നതിന് മറുപടി വേണം. തിരിച്ചു വരുമ്പോ എന്നോട് തന്നെ ചോദിക്കണം. ഇല്ല, ഇതിന് എനിക്ക് നേരിട്ട് ചോദ്യം വേണം. അതല്ലാതെ അങ്ങ് പടർപ്പിൽ തല്ലുകയാണെങ്കിൽ ഞാൻ ഇടവേളയിലേക്ക് പോകും, ഒരു സംശയവും ഇല്ല. അല്ല, ഇടവേളയ്ക്ക് പോകണ്ട. ഇത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഇതാണ്. അത് ദേ ക്യാൻ ഗിവ് ഇറ്റ് അപ്പ്. അവരാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്. ഞാൻ നിയമപരമായ ഒന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നു, അതിന് നേരിട്ട് മറുപടി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈഡിയുടെ ഇങ്ങനെ ഒരു സമൻസ് ഉണ്ടല്ലോ ചോദ്യം. ഈഡിയുടെ വേണു ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൻസ് എന്ന് പറയുന്ന കോടതിയിലെ എന്താണ് EDയുടെ സമൻസ്? EDയുടെ സമൻസ് ഉണ്ടെന്നല്ലേ മിഥുൻ പറഞ്ഞത്. EDയുടെ സമൻസ് ഉണ്ടോ ഇല്ല ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. ശ്രീ അനിലക്കര, ഇവിടെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടിയിരുന്ന ചില കാര്യങ്ങളില്ലേ? ഇങ്ങനെ ഒരു സമൻസ് ED ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് അവരുടെ വെബ്സൈറ്റിലുണ്ട്, അത് എൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട് എന്ന് പറയേണ്ട ബാധ്യത, ഉത്തരവാദിത്തം പിണറായി വിജയനില്ലേ? ക്ലിഫ് ഹൗസിലേക്ക് ഇങ്ങനെ ഇത് അയക്കപ്പെട്ടു എന്ന രേഖ പബ്ലിക് ഡൊമൈനിലുണ്ട് എന്നത് പറയേണ്ടതല്ലേ? പിന്നെയാണ് വിവേക് അവിടെ ഇല്ല എന്ന് പറഞ്ഞത് മടക്കി അയച്ചോ ഇല്ലയോ എന്ന നടപടിയാണോ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നത് വിശദീകരിക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷമേ ഇങ്ങനൊരു കാര്യം കൈപ്പറ്റിയിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് പറയാൻ കഴിയൂ. ഈ 3 ഘട്ടങ്ങളിലെ അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഇല്ലായ്മ എന്തായിരിക്കാം സൂചിപ്പിക്കുന്നത്? അല്ല, അത് ഈ കേസിനകത്ത് ഈ ലാവ്ലിൻ കേസിലാണെങ്കിലും ലൈഫ് മിഷൻ കേസിലാണെങ്കിലും കടുത്ത കുറ്റബോധം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ മൂടിവെക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ നിന്നും എനിക്ക് മനസ്സിലായത്. ഇത് സാധാരണ ഒരാളല്ലല്ലോ. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് ചെറിയ അധികാരങ്ങളാണോ ഉള്ളത്? ഇന്ന് ഈ പറയുന്ന കേരള ഹൈക്കോടതിയിലാണെങ്കിലും സുപ്രീം കോടതിയിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും നിയമവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായിട്ടുള്ള
മുഴുവൻ കാര്യങ്ങളും വിവരങ്ങൾ സെക്കൻഡുകൾക്കകം എടുക്കാൻ കഴിയുന്ന സംവിധാനമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പിന്നെ സമൻസ് പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അയച്ചിട്ടുണ്ടോ, അതിപ്പോഴും വെബ്സൈറ്റിൽ ആക്റ്റീവാണോ എന്നൊക്കെ നോക്കി കണ്ടുപിടിക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. അത് മുഖ്യമന്ത്രിക്ക് അറിയുകയും ചെയ്യാം, പക്ഷേ അദ്ദേഹം അത് മനഃപൂർവ്വം മാറ്റിവെച്ചാണ്. രണ്ടാമത്, ഇത് തെരുവോര കച്ചവടക്കാരുടെ പിന്നെ കടയിലേക്ക് അയച്ച ഒരു കത്തല്ലല്ലോ. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് അവിടെ സ്വീകരിക്കുകയോ അതല്ലെങ്കിൽ മടക്കുകയോ ഒക്കെ ചെയ്യും. അതിന് രേഖകളുള്ളതാണ്. അതല്ലെങ്കിൽ അത് കൊണ്ടുവന്ന ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉള്ള വിവരങ്ങളുണ്ടാകും. അപ്പോൾ അതും മുഖ്യമന്ത്രി മറച്ചു വെച്ചതാണ്. ഇത് വളരെ കൃത്യമായ കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ ശ്രീ രഞ്ജിത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത്, ഈ ലാവ്ലിൻ കേസ് നേരത്തെ പറഞ്ഞ പോലെ 2006 പിന്നെ തുടങ്ങിയ ഒരു കേസാണ്. 2007 അതിൻ്റെ CBIയുടെ FIR വരുന്നതെന്ന് തോന്നുന്നു. പിന്നീട് ഗവർണർ ഇടപെട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് PMLA-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമാണോ എന്നുള്ള കാര്യത്തിൽ ചില കൺഫ്യൂഷൻസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇവർ ഹൈക്കോടതിയിൽ പിന്നെ ഈ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ ഹൈക്കോടതിയിലേക്ക് അത് പോയത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ആ കേസുമായി ബന്ധമുള്ള മറ്റാളുകളെ പിന്നെ ED സമൻസ് ചെയ്ത് വിളിക്കാതിരുന്നതെന്നാണ് എൻ്റെ പരിമിതമായ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത്. പക്ഷേ ഈ ലാവ്ലിൻ കേസ് പിന്നീട് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ആനന്ദ് എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആണ് ഈ ലാവ്ലിൻ കേസ് അന്വേഷിച്ചിരുന്നത്. അദ്ദേഹം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കേസും അന്വേഷിച്ചത്, ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചത്. അപ്പോൾ അതിനകത്ത് ചില കൺഫ്യൂഷൻസ് ഉണ്ട്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. ശ്രീ ജയേന്ദ്രൻ പറഞ്ഞല്ലോ, ഞാനൊരു വിഷയത്തിൽ എടുത്തു ചാടി ഇറങ്ങുന്ന ഒരാളല്ല. പ്രത്യേകിച്ച് കേരള മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെങ്കിൽ, ഞാൻ പിന്നെ നിയമസഭാംഗമായിരുന്ന സഭയുടെ പിന്നെ സർക്കാരിൻ്റെ തലവനായിരുന്നല്ലോ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിക്കെതിരായി അല്ലെങ്കിൽ കുടുംബത്തിനെതിരായി ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ക്ലാരിറ്റി വരുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പോൾ അതിനകത്ത് നേരത്തെ സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ സൂചിപ്പിച്ച പോലെ അത് EDയുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഡയറക്ടർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റായ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ വകുപ്പിനും ഈ കൊച്ചിയിലെ തന്നെ പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർക്കും ഞാൻ 3 ഇമെയിലുകൾ അയച്ചിട്ടുണ്ട്. ആ ഇമെയിലുകളിൽ ഞാൻ വളരെ കൃത്യമായി അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ECIRനകത്ത് സമൻസ് കൊടുത്ത വിവേക് വിജയനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ കേസിനകത്തെ 4ാം പ്രതിയായ ഗാലിദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ ഗാലിദിനെ നിങ്ങൾ കണ്ടെത്തുന്നില്ല, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ചോദ്യം പിന്നെ സമൻസ് കൊടുത്ത വിവേകിനെ നിങ്ങൾ രണ്ടാമത് വിളിച്ചില്ല, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കൃത്യമായി 3 കത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഞാനത് പറയാനുള്ള കാരണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ഇവിടെ പിന്നെ അന്നത്തെ KICBയുടെ ചെയർമാനും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയുമായ ശിവശങ്കരനെ ഏത് സമൻസ് കൊടുത്തിട്ടാണ് വിളിച്ചു വരുത്തിയത് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ വളരെ കൃത്യമായ മൊഴി ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സാക്ഷി മൊഴികൾ വളരെ കൃത്യമായി ഞാൻ ഇപ്പോഴും അടിവരയിട്ട് പറയാൻ, വടക്കാഞ്ചേരിയിൽ ലൈഫിന് പാർപ്പിടത്തിന് കുറ്റിയടിക്കുന്ന മുതൽ പൊതുതാൽപര്യ ഹർജി എൻ്റെ ലൈവായി നിൽക്കുന്ന ഈ സാഹചര്യം വരെ അതിനകത്ത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ മൊഴി പിന്നെ വിവേക് കിരണുമായി ബന്ധപ്പെട്ടുണ്ട്. അത് ക്ലാരിറ്റി വരുത്തേണ്ടത് പൊതുസമൂഹത്തിന് വേണ്ടിയും എൻ്റെ വ്യക്തിപരമായ ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമാണ്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് തന്നെ വിവേക് കിരണിനെ ബന്ധിപ്പിക്കുന്ന മൊഴികളുണ്ട് എന്നാണ്. 100%. ആ 100%ന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അത്. ആ വിവരങ്ങൾ എനിക്കറിയാം. ECIRുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എനിക്കറിയാം. എങ്ങനെയാണ് ഇത് വന്നത് എന്ന് എനിക്കറിയാം. പക്ഷേ അത് ഇപ്പോൾ ഒരു മാധ്യമ ചർച്ചയിൽ എനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. അത് EDയുടെ മറുപടി കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ കേരള ഹൈക്കോടതിയിൽ ഞാനിത് വെളിപ്പെടുത്തും. ശരി. എനിക്ക് മറ്റതിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ മാരാർ, ഇവിടെ അനിലും ചൂണ്ടിക്കാട്ടിയതുപോലെ മാരാർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമപ്രശ്നമുള്ളത് ഈ PMLA ആക്ട് എപ്പോൾ വന്നിരിക്കുന്നു, അതിന് മുൻപ് ഈ പറയുന്ന ലാവ്ലിൻ കേസിൻ്റെ ചരിത്രമുണ്ട് എന്നതാണ്. അതുകൊണ്ടായിരിക്കുമോ ഈ പറയുന്ന സമൻസിന് ശേഷം പിന്നെ തുടർ നടപടികളിലേക്ക് ED കടക്കാതിരുന്നത്? അതൊരു കാരണം ആയിരിക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വുഡ് ഹാവ് തോട്ട് ഇത് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല എന്ന് അവർക്ക് തോന്നിക്കാണും. ലാവ്ലിൻ കേസായിട്ടുള്ള ECIR എത്രയോ കേസുകളിൽ ഞാൻ ഇത് വിത്ത് റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ പറയുന്നത്. എത്രയോ കേസുകളിൽ ഈ സമൺസ് വന്നതിന് ശേഷം ED കേസുകളിൽ സമൺസ് വന്നതിന് ശേഷം പല കേസുകളും ഡ്രോപ്പായി പോയിട്ടുണ്ട്. ഇവർക്ക് എതിരെ അലജ് ചെയ്യുന്ന സെറ്റിൽമെൻ്റ് അല്ലാട്ടോ ഞാൻ പറയുന്നത്, അല്ലാതെ വരുന്ന ഇൻവെസ്റ്റിഗേഷൻ നടന്നതിന് ശേഷം പല കേസുകളിലും വരുന്നുണ്ട്. ഇതിന് മെയിനായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് നടന്നിട്ടുണ്ടാവണം.
ഈ PMLA മണി ലോണ്ടറിങ് അല്ലാതെ മെയിനായിട്ടൊരു ഒഫൻസ് നടന്നിട്ടുണ്ടാവണം. ആ ഒഫൻസ് നിലനിൽക്കുന്നത് കമ്മിറ്റ് ചെയ്തേക്കണ 2002 ശേഷമാണെന്നുണ്ടെങ്കിലാണ് നിൽക്കുള്ളൂ എന്നുള്ളതാണ് ഒരു വാദം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിയമപ്രശ്നങ്ങളിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അനിൽ പറയുകയും ചെയ്തല്ലോ, പലർക്കും ആ സമൻസ് പിന്നീട് പ്രൊസീഡ് ചെയ്തിട്ടില്ല. നമുക്ക് അന്വേഷണത്തിൽ, അല്ലെങ്കിൽ എനിക്ക് ഇത് കേസിൻ്റെ പുറകെ ഞാൻ നടക്കുന്നില്ല, ഈ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരയച്ചിരിക്കുന്നത് ലാവ്ലിൻ കേസായിട്ടുള്ള ECRൽ മാത്രമാണ് സമൻസ് അയച്ചിരിക്കുന്നത്. ഇനി സമൻസിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമൻസ് എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും സ്പ്രൗട്ട് ചെയ്ത് വരാം. ഒരു സമൻസ് ഒരു ഡേറ്റിൽ നിങ്ങൾ ഇന്ന ദിവസം ഹാജരാവൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലയൻസിനാണെങ്കിൽ പോലും പലപ്പോഴും വരുന്ന ഒരു ഡേറ്റിന് ഹാജരാവാൻ വേണ്ടി സമൻസ് ഇഷ്യൂ ചെയ്തിട്ട് ആ സമൻസ് ഫ്രക്ടിഫൈ ചെയ്യാതെ അന്ന് നമ്മൾ ഹാജരാവാതെ വന്നു കഴിഞ്ഞാൽ വീണ്ടും സമൻസ് ഇഷ്യൂ ചെയ്യും. ഈ കേസിൽ അവരുടെ ഇൻ്റലിജൻസ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിൻ്റെ അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെയോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെയോ ഇൻ്റലിജൻസ് ഇനി അയാൾക്ക് സമൻസ് ഇഷ്യൂ ചെയ്യണം എന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹൂവർ ഇറ്റ് ഈസ്, ആരെങ്കിലും ആവട്ടെ, എന്നെ സംബന്ധിച്ചോളം ഇവർ അക്യൂസ്ഡ് അല്ലെങ്കിൽ വിറ്റ്നസ് എന്നുള്ള നിലയ്ക്ക് ED കേസിലേക്ക് ഡിഫെൻഡ് ചെയ്യപ്പെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ആ റൈറ്റ്സ് ഉണ്ട്, അദ്ദേഹം ടേക്ക് അപ്പ് ചെയ്യേണ്ട കണ്ടൻഷൻസും ഉണ്ട്. ഇനി വരുന്ന അലിഗേഷൻ എന്താണ്? ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ആ കേസിൽ പ്രതിയായിരുന്നു, അതുകൊണ്ടിട്ട് അദ്ദേഹത്തിനെതിരെ കേസ് വരണമെന്നല്ലേ? അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഇന്നത്തെ ചീഫ് മിനിസ്റ്ററിൻ്റെ അവസ്ഥ എന്താണ്? ഹീസ് നോട്ട് ഈവൻ ആൻ അക്യൂസ് ടുഡേ. അത് ഡിസ്ചാർജ് ആയി പോയി. എന്തൊക്കെ അലിഗേഷൻ ഉണ്ടെങ്കിലും, എന്താണ് അത് ജഡ്ജ്മെൻറ്റ് കറക്റ്റാണോ അല്ലയോ എന്നുണ്ടെങ്കിൽ പോലും ദാറ്റ് ഈസ് പെൻഡിങ് ബിഫോർ ദി സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ട് ഈസ് യെറ്റ് ടു ഡിസൈഡ്. ആ ഡിസിഷൻ എന്ന് വരാനാണ്? ആ ഡിസിഷൻ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. ഇപ്പോൾ അങ്ങ് പറയുകയുണ്ടായി, ഈ PMLAയുമായി ബന്ധപ്പെട്ടൊരു സാങ്കേതിക പ്രശ്നമുണ്ട്, അതായിരിക്കാം ഒരു പക്ഷേ ഈ ED സമൻസുമായി പിന്നീട് മുന്നോട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ പോകാതിരുന്നത് എന്ന്. ഒരു വാദത്തിൻ്റെ അംഗീകരിച്ചാലും CBI ഉണ്ടല്ലോ, CBIയുമായി ബന്ധപ്പെട്ടതിൻ്റെ മുന്നോട്ടുള്ള നീക്കങ്ങളും ഇതുപോലെ തന്നെ ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ EDക്ക് വേണമെങ്കിൽ ഒരു അങ്ങിപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന നിയമപരമായ ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞാലും CBIയെ സംബന്ധിച്ച് ആ വാദം നിലനിൽക്കുന്നില്ല. അങ്ങ് സുപ്രീം കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണല്ലോ, അങ്ങേക്കറിയാമല്ലോ. ഏറ്റവും ഒടുവിൽ എൻ്റെ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങ് തിരുത്തുക, 2024 മെയ് 3 സുപ്രീം കോടതി ഏറ്റവും ഒടുവിൽ ലാവ്ലിൻ കേസ് പരിഗണിക്കാൻ ലിസ്റ്റ് ചെയ്യുന്നത്. 40ാമത്തെ തവണ മാറ്റിവെക്കുന്നു. 40ാമത്തെ തവണ. അസാധാരണമാണ്. എത്രമാത്രം വൈകിയാണ് ഇവർ അപ്പീലിലേക്ക് പോയത് എന്നതും നമുക്കറിയുന്നതാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അങ്ങിപ്പോൾ പറയുകയാണ് ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു, പിണറായി വിജയൻ അതിൽ ഇല്ല, പ്രതിസ്ഥാനത്തില്ല. ഇതൊക്കെ പറയുമ്പോഴും പിണറായി വിജയൻ പ്രതിസ്ഥാനത്തല്ലാത്തൊരു കാര്യത്തിൽ പോലും 40 തവണ മാറ്റിവെക്കുന്ന സാഹചര്യം CBIയും കൂടെ ചേർന്നുണ്ടാക്കുന്നു. അതിനുള്ള ന്യായമോ? അല്ല, ഇത് CBIയുടെ കേസിൻ്റെ കൂടെ തന്നെ അക്യൂസ്ഡിൻ്റെ കേസുകളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണം. അക്യൂസ്ഡ് ഡിസ്ചാർജ് ചെയ്യപ്പെടാത്ത അക്യൂസ്ഡ് ഉണ്ട്, അവരുടെ കേസുകളും അവിടെ പെൻഡിങ് ഉണ്ട്. ആ പെൻഡിങ്ങിൽ ട്രയൽ സ്റ്റേ ചെയ്ത് നിൽക്കുകയാണ്. അത് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബെയിൽ ക്യാൻസലേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്ചാർജ് ചെയ്ത കേസ് പെട്ടെന്ന് കേൾക്കണമെന്ന് ഒരു അക്യൂസ്ഡും പറയില്ല. പിന്നെ 40 തവണ മാറ്റിവെച്ച മറ്റൊരു കേസ്, ഇത്രയും പ്രമാദമായ ഒരു കേസ് ശ്രീ മാരാരുടെ ശ്രദ്ധയിലുണ്ടോ? അതിപ്പോ ഈ പ്രമാദമല്ലാത്ത കേസുകൾ 100 തവണ മാറ്റിവെക്കും. പക്ഷെ പ്രമാദമായിട്ടുള്ള കേസുകൾ അവർക്ക് ഇതിൽ എവിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ നോക്കേണ്ടത്. ആരാണ് അക്യൂസ്ഡ് എന്നല്ലല്ലോ ഇമ്പോർട്ടന്റ്, ഇതിൽ തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ. അവിടെയാണ് കോടതിക്ക് പുറത്തുനിന്നുകൂടി ഇക്കാര്യത്തെ പരിശോധിക്കേണ്ടത്. ചില രാഷ്ട്രീയ എതിരാളികളുടെ കാര്യത്തിൽ എത്രമാത്രം വിടാതെ പിന്തുടരുന്നു ഈ CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ. ആ ഘട്ടത്തിലാണ് രാഷ്ട്രീയ എതിരാളി എന്ന് പറയപ്പെടുന്ന, എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ 40 തവണ ഇത് മാറ്റിവെക്കപ്പെടുന്നത്. ഞാൻ അങ്ങിലേക്ക് വരാം ശ്രീ മാരാർ. ശ്രീ MJ അച്യുതൻ, സമയമുണ്ടെങ്കിൽ വരാം ശ്രീ മാരാർ. ശ്രീ MJ അച്യുതൻ, ഇവിടെ ഇപ്പോൾ ഈ ക്ലിഫ് ഹൗസിലേക്കാണ് ഇത് അയച്ചിരിക്കുന്നത്. അങ്ങ് പറയുകയുണ്ടായി അനിൽ പങ്കെടുത്ത ചർച്ച അങ്ങ് കണ്ടുവെന്ന്. അതിനു മുൻപ് അനിൽ വാർത്താ സമ്മേളനത്തിലും സംസാരിക്കുകയുണ്ടായി. അപ്പോഴും അനിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് കണ്ണൂരിലെ വീട്ടിലേക്കല്ല അയച്ചിരിക്കുന്നത്, എൻ്റെയും നിങ്ങളുടെയും മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന മറുപടികൾ നൽകേണ്ടതുണ്ട് മുഖ്യമന്ത്രി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളുടെ മാഹാത്മ്യം എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായല്ലോ, മാന്യമായ ജോലി ചെയ്യുന്നവരാണ് എന്നൊക്കെ, അതൊന്നും തർക്കിക്കുന്നില്ല. പക്ഷേ മാന്യമായ ജോലി ചെയ്യുന്ന മകൾ കൊടുത്ത മേൽവിലാസം എന്താ? AK സെൻറ്റർ എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ വരുമ്പോൾ EDക്ക് ക്ലിഫ് ഹൗസിലേക്ക് കത്തും അയക്കാം അല്ലേ? AK സെൻറ്റർ ആണല്ലോ മകളുടെ അഡ്രസ്സ്. അങ്ങനെ വരുമ്പോൾ ഇതേപ്പറ്റി വിശദീകരിക്കേണ്ടതില്ലേ മുഖ്യമന്ത്രി? ഇതിലൊറ്റ കാര്യമേ ഉള്ളൂ വേണു, എന്താണെന്നറിയാമോ? അത് പിന്നെ ശ്രീ രഞ്ജിത്ത് മലാർ ചൂണ്ടിക്കാണിച്ചു.
അനിലക്കരയും ഭാഗികമായി ചൂണ്ടിക്കാണിച്ചു. ഒറ്റ കാര്യമുള്ളൂ കേട്ടോ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കൃത്യമായ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ലാതെ എങ്ങനെയാണ് നിങ്ങൾ PMLA കേസ് ഈ കേസിൽ ഇതിൽ അട്രാക്ട് ചെയ്യുന്നതെന്ന് പറയൂ. ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് വേണ്ടേ? ഇല്ലാതെ എങ്ങനെയാണ് PMLA അട്രാക്ട് ചെയ്യുന്നത് ഈ കേസിൽ? അത് തന്നെയാണ് ഇവിടെ പ്രശ്നം. പിന്നെ താങ്കൾ ചോദിച്ചു പിന്നെ സുപ്രീം കോടതി കേസ് വൈകുന്നു. SCO സുപ്രീം കോടതി ഒബ്സർവർ എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ എടുത്ത് നോക്കിയാൽ മതി, ഇപ്പോഴും കിട്ടും. അതിൽ കഴിഞ്ഞ 2024 പെൻഡിങ് ആയിട്ടുള്ള കേസുകൾ ലിസ്റ്റ് കണ്ടാൽ താങ്കൾ അന്തം വിട്ടു പോകും. അതുപോലെയാണ് അവിടെ നിൽക്കുന്നത്. അതൊരു കുറ്റമല്ലെന്നേ. ഈ കേസുകൾ താമസിപ്പിക്കുന്നു പറയുന്നത് അത് നിയമവിരുദ്ധമാണ്, ഒരാൾക്കും പറയാൻ കഴിയില്ല. സോണിയാഗാന്ധി ആയാലും രാഹുൽ ഗാന്ധി ആയാലും ഈ പറയുന്ന ഈ കെജ്രിവാൾ ആയാലും ഹേമന്ത് സോറന്റെ കാര്യത്തിലായാലും ഒക്കെ എത്ര താല്പര്യത്തോടെയാണ് കേന്ദ്ര ഏജൻസികൾ ഈ കാര്യത്തിൽ പോകുന്നത് എന്ന്. പിണറായിയുടെ കാര്യം വരുമ്പോഴാണ് ഇങ്ങനെ നീണ്ടു പോകുന്നതും കാര്യങ്ങൾ. അതവിടെ നിൽക്കട്ടെ. ഒരു കാര്യം കൂടി, ശ്രീ MJ ചന്ദ്രൻ, പക്ഷെ ഞാനൊരു വാസ്തവം പറയുന്നുണ്ട്. 2024 മെയ് 3 40ാമത്തെ തവണ മാറ്റിവെച്ചുവെന്ന്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ശ്രീ MJ ചന്ദ്രൻ, അങ്ങ് പറയുകയാണ് ഇവിടെ മാരാരും പറഞ്ഞതുപോലെ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ടോ ഇല്ലയോ എന്ന്. അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജ്യത്ത് കോടിക്കണക്കിന് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. ആ കേസുകളിൽ ഒന്നായിട്ടാണ് ലാവ്ലിൻ എന്ന് പറയുകയാണെങ്കിൽ അങ്ങേക്കത് പറയാം. പക്ഷേ അതല്ല അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമെന്ന് വിവരിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. ചോദ്യം ഇതാണ്, എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്. അങ്ങ് മാരാരുമൊക്കെ നിരന്തരമായി പറയുന്നുണ്ട് ഈ പ്രെഡിക്കേറ്റ് ഒഫൻസിനെ പറ്റി. ഇവിടെ ഈ പറയുന്ന കാര്യം ശ്രീ MJ ചന്ദ്രൻ, ഇപ്പോൾ ഈ പറയുന്ന മനോരമയുടെ ലേഖനം എന്ന് പറയുകയുണ്ടായി. അതേ ദിവസം വിവേകിനെ വിളിച്ച അതേ ദിവസം അവിടെ ഈ പറയുന്ന ശിവശങ്കരനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ലൈഫുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അനുമാനിച്ചത് സ്വാഭാവികമായി ഇത് ലൈഫുമായി ബന്ധപ്പെട്ടായിരിക്കുമെന്ന്. കാരണം ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അദ്ദേഹമോ ഒന്നും വിശദീകരണം നൽകുന്നില്ല. ED വിശദീകരണം നൽകുന്നില്ല. കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകുന്നില്ല. പിന്നെ ഇത് പുറത്തുകൊണ്ടുവന്ന മാധ്യമപ്രവർത്തകൻ്റെ നേർക്കാണ് എല്ലാവരും ഇപ്പോൾ മെക്കിട്ട് കയറുന്നത്. ഇതേ മാധ്യമ സ്ഥാപനം ഇതുപോലെ തന്നെ ഒളിച്ചുവെക്കപ്പെട്ട ഒരു കേന്ദ്ര അന്വേഷണ സംവിധാനത്തിൻ്റെ വിവരം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതാരും ഇതുവരെ നിഷേധിക്കാൻ കഴിയാത്ത തിളക്കത്തോടെ നിൽക്കുന്നുണ്ട്. അങ്ങേക്കറിയുന്ന പോലെ 2023 ഈ ഇന്ററിം ബോർഡിന്റെ സെറ്റിൽമെന്റ് വിധി 3 മാസത്തിന് ശേഷമാണ് മനോരമ പുറത്തു കൊണ്ടുവരുന്നത്, അല്ലേ? അതങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നും മകൾ പോയല്ലോ സ്റ്റേ ചോദിച്ചുകൊണ്ട്. ഈ പറയുന്ന കർണാടക ഹൈക്കോടതി കൊടുത്തിട്ടില്ലല്ലോ, ഡിസംബറിലേക്ക് അത് കേൾക്കാൻ മാറ്റിവെച്ചിരിക്കുകയാണല്ലോ. ചോദ്യം അതല്ല. ഇപ്പോൾ ഷീന ബോറ കേസ്, അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുമ്പോഴാണ് അതിൽ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ചിദംബരത്തെ പിടിച്ചകത്തിടുന്നത്. അപ്പോൾ ഒരു കേസിനായിരിക്കും വിളിപ്പിക്കുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട പരിശോധനകളുടെ തെളിവെടുപ്പുകളുടെയും മൊഴിയെടുക്കലിൻ്റെയും ഒക്കെ കടത്തിലടിക്കാൻ മറ്റൊരു കാര്യം വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടും ലാവ്ലിനുമായി ബന്ധപ്പെട്ടും എല്ലാം വിവേകിലേക്ക് കാര്യങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. അവിടെയാണ് ശ്രീ അനിലക്കര പറയുന്നത് ലൈഫുമായി ബന്ധപ്പെട്ട് വിവേകിനോടുള്ള ചോദ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അറിവ് എന്ന്. ശ്രീ MJ ചന്ദ്രൻ. ശ്രീ വേണു, താങ്കൾ തന്നെ ഒരുപക്ഷെ അനിച്ഛാകരമായി പറഞ്ഞതായിരിക്കാം ലേഖകന്റെ അനുമാനം എന്നൊരു പദം താങ്കൾ പ്രയോഗിച്ചു. അല്ല, ഇന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. കറക്റ്റ്. അതങ്ങ് സ്ഥാപിച്ചാൽ മതി. അനുമാനമാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരു സംശയം അത് തന്നെ പറഞ്ഞത്. അപ്പൊ അത്തരം അങ്ങനെ ഒരു അനുമാനം വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു കേസിനെ മറ്റ് പല കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ താങ്കളടക്കമുള്ളവർ ശ്രമിക്കുന്നത്. ഞാൻ അതിനെ എൻ്റേതായ നിലയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും അത്രയേ ഉള്ളൂ. നമ്മളൊരു ജഡ്ജ്മെൻ്റ് അല്ലല്ലോ, നമ്മൾ ഡിബേറ്റിൽ ഏർപ്പെടുന്നു. ആ ഡിബേറ്റിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം, സ്വാഭാവികമല്ലേ? എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ഞാൻ ഡിബേറ്റ് ചെയ്യുന്നു, താങ്കളുടെ നില വെച്ച് താങ്കൾ ഡിഫെൻഡ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ കണ്ടാൽ മതി. അതായിരിക്കും ഏറ്റവും സ്വീകാര്യമായ ഒരു അവസ്ഥയെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇതൊന്നും അന്തിമമല്ല ശ്രീ വേണുഗോപാലകൃഷ്ണൻ. ഇത് ഞാൻ ഈ പറഞ്ഞ പ്രെഡിക്കേറ്റ് ഒഫൻസ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക, എങ്ങനെയാണ് PMLA അട്രാക്ട് ചെയ്യുക ഒരു കേസിൽ എന്നുള്ളത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ മുമ്പിലൊരു പ്രശ്നമാണ്. ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യേണ്ടത് ഇനി അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സുപ്രീം കോടതി ആയിരിക്കണം. അത് പക്ഷേ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ 40-ഓ 42-ാമത്തെ പ്രാവശ്യമായിട്ട് നീട്ടിവെക്കപ്പെടുന്നു. ഇനിയും എത്ര പ്രാവശ്യം നീട്ടിവെക്കപ്പെടാം, അതോ നാളെ തന്നെ എടുക്കുമോ? ഇതൊക്കെ ഇൻഡെഫിനിറ്റ് ആണ് ഇപ്പോഴും. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ എനിക്ക് ജഡ്ജ്മെന്റ് ഒന്നുമില്ല സർ. ശരി. ശ്രീ ബിജു നായർ, അപ്പോൾ ഈ പറയുന്ന പ്രെഡിക്കേറ്റ് ഒഫൻസ് അട്രാക്ട് ചെയ്യാത്തൊരു കാര്യത്തിലാണ് സമൻസ് അയക്കാൻ ശ്രമിച്ചത്, കൈപൊള്ളിയതോടെ പിൻവാങ്ങി ED എന്നാണിപ്പോൾ ഈ ശ്രീ രഞ്ജിത്ത് മാരാരായാലും നടത്തുന്ന നിരീക്ഷണം. ശ്രീ MJ ചന്ദ്രൻ പറയുന്നുണ്ട് ഒരു വേള ശ്രീ അനിലക്കര പോലും അതിൻ്റെ മേൽ ഒരു നിയമപ്രശ്നം കിടക്കുന്നുണ്ട് എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ പിന്നെ ഇ ഡിയുടെ ഈ നീക്കം എന്തിനായിരുന്നു? അങ്ങനെ ഒരു സമൻസ് അയക്കുക എന്ന് മാത്രമല്ല അവർ ചെയ്തത്, അത് ക്ലിഫ് ഹൗസിലേക്ക് അയക്കുകയും ചെയ്യണം. അപ്പോൾ എന്തൊക്കെ സാഹസമാണ് കാണിച്ചിരിക്കുന്നത് ഇ ഡി? ഞാൻ പറയാമല്ലേ അവസാനം. അല്ല, ഇതിപ്പോൾ അതൊരു സാധ്യത മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളിവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, മുഖ്യമന്ത്രി പോലും പറയുന്നത് ഇങ്ങനൊരു സംഭവം ഇല്ല എന്നല്ല. അദ്ദേഹം പറയുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്കാർക്കും അറിവില്ല എന്നാണ്. പക്ഷേ ഇവിടെ ജയചന്ദ്രൻ സാറ് പറഞ്ഞു തുടങ്ങിയത് ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം മാരാർ സാർ വളരെ വ്യക്തമായി പറഞ്ഞ പ്രെഡിക്കേറ്റ് ഒഫൻസിനെ ചൂട് പിടിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അത് കാരണമാണ് ഈ സമൻസ് നമ്മൾ വളരെ ഒരു കാര്യമുണ്ട് ബിജു, ഒരു കാര്യമുണ്ട് ശ്രീ എം ജയചന്ദ്രൻ പറയുന്നതിനകത്ത്. ഇന്ന് ആ ലേഖകൻ തന്നെ പറയുകയുണ്ടായി, ലൈഫുമായി ബന്ധപ്പെട്ട് ശിവശങ്കരനെ വിളിച്ചു വരുത്തിയിരിക്കുന്ന ഘട്ടത്തിൽ അതേ ദിവസം തന്നെ വിവേകിനോട് ഹാജരാകാൻ പറഞ്ഞതുകൊണ്ട് അത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടാണ് എന്ന് അദ്ദേഹം അനുമാനിച്ചുവെന്ന്. അതെ, അവിടെയാണ് അനിൽ സാർ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ഈ ലൈഫ് മിഷൻ കേസിലും വിവേകിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇൻഫർമേഷൻ കളക്ട് അനിലക്കരയുടെ മാത്രം കീശയിലുള്ള കാര്യമാണ്. വളരെ വ്യക്തമായി ഒരു ഫേസ്ബുക്ക് അല്ല ഇപ്പോൾ സ്വപ്ന സുരേഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവർ അതിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണം പോലും അതിൽ ഉന്നയിച്ചിട്ടുണ്ട്. പറയുന്ന മുഖ്യമന്ത്രിയുടെ മകന് ഒരു വലിയ ലക്ഷറി റിസോർട്ട് വാങ്ങിക്കാൻ, അദ്ദേഹം ഇന്ന് ബാങ്കിൽ ജോലി ചെയ്യാണ്, പക്ഷേ ഒരു ലക്ഷറി റിസോർട്ട് ചോദിക്കല്ലേ ശ്രീ എം ജയചന്ദ്രൻ, അങ്ങനെ ചോദിക്കല്ലേ. കാരണം സ്വപ്ന സുരേഷ് ഈ പറയുന്ന മുഖ്യമന്ത്രിയെ അടക്കം ഇ ഡി ഈ പറയുന്ന രൂപത്തിൽ പെടുത്താൻ നോക്കി എന്ന് പറഞ്ഞ ഒന്നിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത്. അതുകൊണ്ട് സ്വപ്നയെ അങ്ങനെ അങ്ങ് തള്ളിക്കളയല്ലേ ശ്രീ എം ജയചന്ദ്രൻ, അങ്ങനെ അങ്ങ് തള്ളിക്കളയരുത്. അതിപ്പോഴും കോടതിയിൽ നിൽക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ റെലവൻസ് ആണ്, അതിലെ ഏറ്റവും വലിയ റെലവൻസ് ആണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. നിങ്ങൾ ഈ പറയുന്ന റെലവൻസ് ഇല്ല എന്ന് പറയുന്ന സ്വപ്ന സുരേഷിന്റെ റെലവൻസ് ആണ് ചൂണ്ടിക്കാട്ടിയത്. അവരുടെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ, കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു സർക്കാർ ഒരു കമ്മീഷനെ വെച്ചിരിക്കുന്ന നാടാണിത്. അവസാനമായി ശ്രേണിലക്കര എന്താണ് അവർ ഇന്നലെ പറഞ്ഞത്? അല്ല, ഇന്നലെ പറഞ്ഞത് നിങ്ങൾക്ക് അനിഷ്ടകരമായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം പറഞ്ഞപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച സർക്കാരാണിത്. അതാണ് അതിനുള്ള മറുപടി. ശ്രേണിലക്കര അവസാനമായി. ഞാൻ MLA ആയിരിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിലൊരു പാവപ്പെട്ട ഒരു ഇരുവശവും തളർന്ന ഒരു പേഷ്യൻറ്റിനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് അനുവദിക്കുക എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് കത്ത് കൊടുത്തു. പക്ഷേ അതിനൊരു സർക്കാർ ഉത്തരവ് അടിച്ചു വന്നത് അനിൽ അക്കരയ്ക്ക് 50,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഉത്തരവ് കിട്ടിയത്. ഞാൻ ആ ഉത്തരവ് നിയമസഭയിൽ വായിക്കുകയും മുഖ്യമന്ത്രി അംഗീകരിക്കുകയും അത് ചലഞ്ച് ചെയ്യുകയും ചെയ്തു, അത് മാറ്റുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാനിവിടെ കൃത്യമായി പറയുന്നു, ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് തെളിയിക്കാൻ കഴിയുന്ന എല്ലാ തരത്തിലുമുള്ള ഡോക്യുമെൻറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് വിവേക് കിരणे വിളിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രാഥമിക ഘട്ടം എന്ന രീതിയിൽ തന്നെയാണ് ജയേന്ദ്രൻ സാർ പറഞ്ഞതുപോലെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ ജനപ്രതിനിധിയായി 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയിൽ ഞാൻ 3 അന്വേഷണ ഏജൻസികൾക്കും ഇന്ന് കത്തയച്ചത്. ഇത് അതിനുള്ള കൃത്യമായ മറുപടി അവർ തരുമ്പോൾ അതെനിക്ക് സ്വീകാര്യമല്ലെങ്കിൽ ഞാനത് കേരള ഹൈക്കോടതിയിൽ ഈ കേസിൽ വിളിച്ചിട്ടുള്ളത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്നുള്ള എന്റെ വിവരങ്ങൾ ഞാൻ കേരള ഹൈക്കോടതിയിൽ തെളിയിക്കും. ശരി, എന്തായാലും അനിലിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് 2020 ഒരു വിവേക് ഭണ്ഡാരിയാണ് ഇതിന്റെ അന്വേഷണം നടത്തുന്നത്. പക്ഷേ ഈ നിർണായകമായ നടപടിയിലേക്ക് പോയത് ആനന്ദുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ, അതിൻ്റെയൊക്കെ ഭാഗമായുള്ള ആശയക്കുഴപ്പമാണോ നിലനിൽക്കുന്നത്, അതിൻ്റെ ആനുകൂല്യമാണോ വിവേകിന് പിന്നീട് തുടർച്ചയായി ഒരു സമൻസ് പോലും എത്താഞ്ഞത്? അങ്ങനെയുള്ള ഒരുപാട് അണിയറ കഥകൾ ഇ ഡിയുടെ കേന്ദ്രത്തിൽ ബാക്കി വെച്ചുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം ഇപ്പോൾ അർദ്ധവിരാമത്തിൽ നിൽക്കുന്നത്. ഇനി ഇ ഡി ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് അറിയേണ്ടത്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.